കംപ്ലൈന്റുകൾ പൊതുവേ കമ്പാരിറ്റീവ്ലി വെരി വെരി ലോ എന്ന് തന്നെ പറയാൻ പറ്റും. അതിനേക്കാളും പുറം 20 കിലോമീറ്റർ വരെയൊക്കെ മൈലേജും കിട്ടും. വേറെ ഏതെങ്കിലും ഒരു പ്രീമിയം കാർ കിട്ടും. കാരണം എന്താ വെച്ചാൽ ആളുകൾ പറയും ഒരു സ്വിഫ്റ്റ് കൊണ്ടുള്ള ചെലവ് എന്നൊക്കെ പറയില്ല, അതിനേക്കാളും ലോ ചെലവിലാണ് വണ്ടി കൊണ്ട് എടുക്കാൻ പറ്റുക. GL റെഡ് കളർ എന്ന് വെച്ചാൽ ഒരു അട്രാക്ഷൻ തന്നെയാണ്, ഡയമണ്ട് ആണ്. കാരണം ഇത് ഇവിടെ കൊണ്ടുള്ള റോഡ് പ്രസൻസ് ഭയങ്കരമാണ്. ആളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന GL ഒരു കളറാണ് റെഡ്. ഇത് ഫുൾ വേരിയന്റ് ആണ്, പാനോറാമിക് റൂഫാണ് വരുന്നുണ്ട്. നല്ല വണ്ടിയാണ്, നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. നമ്മള് ഇതും എവിടെ എടുത്തിട്ടില്ലല്ലോ, ഒന്നും എടുത്തിട്ടില്ല, സിംഗിൾ ഓണർ ആണ്. പിന്നെ നമ്മളിത് ഗ്യാരണ്ടി ആണ്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളൊരു പ്രീമിയം കാർ നോക്കിക്കൊണ്ടിരിക്കേണ്ട, ഒരു യൂസ്ഡ് പ്രീമിയം കാർ നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന വിലയിൽ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം എന്ന് വെച്ചാൽ എല്ലാം നല്ല പൊട്ടിച്ച വിലക്ക് കൊടുക്കുന്ന കാറുകൾ, അതും ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ വന്നിരിക്കുന്നത് റമി കാസിലാണ്. റമീസ് ഭായി സ്വാഗതം ചെയ്യാം. സ്വാഗതം. സുഖല്ലേ? അടിപൊളി, അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ റെസ്പോൺസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാ വണ്ടികളും സോൾഡ് ആയി. ഈ ഒരു 7 സീരീസ് അല്ലേ, അത് കുറച്ച് ഹെവി വണ്ടിയായിരുന്നു. അത് ഒരു റിച്ച് ക്ലാസ്, ഒരു റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾക്കാരുണ്ട്. കുറച്ച് ആൾക്കാരകത്ത് ആൾക്കാരുള്ളൂ. അതായത് സാധാരണ ഒരു പ്രീമിയം കാറായി പോരാ, തീർച്ചയായും കുറെ ഫെസിലിറ്റീസ് ഒക്കെ വേണം. അങ്ങനെയുള്ള ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട്. ഒരു സാധാരണ ആളുകളുടെ ചോയ്സ് അല്ല. എത്ര ആളുടെ കയ്യിലേക്ക് എത്തിയിട്ടില്ല വീഡിയോ, അത് ചില വളരെ റെയർ ആയിട്ട് ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ഇത് വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ബിസിനസ്, വേറെ പുറത്തൊന്നുമല്ല, ഷോറൂമൊന്നുമല്ല, വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ്. നമ്മൾ മുന്നേ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. മഞ്ചേരി പാണ്ടിക്കാട് റൂട്ടില്ല, മഞ്ചേരി പാണ്ടിക്കാട് റൂട്ടിൽ കുട്ടിപ്പാറ എന്ന സ്ഥലത്താണ്, പയ്യനാട് കുട്ടിപ്പാറ എന്ന സ്ഥലത്താണ്. അപ്പോൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ തന്നെ അയച്ചു. പിന്നെ നമുക്ക് ലോൺ ഫെസിലിറ്റി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങോട്ട് മാറിയ വണ്ടിയൊക്കെ അങ്ങനെ ഇല്ല, നമ്മൾ ഓൺലി ക്യാഷ് ഡീൽസ്. ഓക്കെ, ലോണ് അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു തരാനുള്ളൊരു ഗ്യാപ്പ് വരും, ടൈം അതെല്ലാം ചെയ്തു തരും. നമ്മളായിട്ട് ഇനിഷ്യേറ്റ് ചെയ്ത് കണ്ട് സാധാരണ ഡൗൺ പേയ്മെന്റ് എന്നൊക്കെ പറഞ്ഞ സിസ്റ്റം ഉണ്ടല്ലോ, അത് നമ്മളെടുത്തില്ല. ടൈമും കാര്യങ്ങളൊക്കെ അത് ശരിക്കും എടുക്കുമ്പോൾ കസ്റ്റമർ കൂടുതൽ പൈസ ഒക്കെ ഈടാക്കുന്നുണ്ട്. ശരിക്കും ഡൗൺ പേയ്മെന്റ് ആൾക്കാർ വണ്ടിന്റെ വില കൺസിഡർ ചെയ്യില്ല, ഡൗൺ പേയ്മെന്റ് എത്രയെന്നേ ഉള്ളൂ അത് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളങ്ങനല്ല, നമ്മളുടെ ഒരു ചെറിയൊരു പ്രോഫിറ്റ് അത് മതി. അതിന് സെയിൽ ആവുകയാണെങ്കിൽ സെയിൽ ആയിട്ട്. ഈ A4 ഒരു പൊട്ടിച്ച വിലക്കാണ് കൊടുക്കുന്നത്. എന്തായാലും നമ്മുടെ വീഡിയോയിൽ കാണിക്കാം. നല്ല വണ്ടിയാണ്, നല്ല പ്രൈസിംഗ് ആണ്. ഒരു C ക്ലാസ് ഉണ്ട്, GL ഉണ്ട്, ക്രിസ്റ്റ ഉണ്ട്, ഫോർച്യൂണർ ഉണ്ട്, എല്ലാ സെഗ്മെന്റും ഉണ്ട്. Q3 ഉണ്ട്, പുതിയ മോഡൽ Q3 ഉണ്ട്. ഒക്കെ നല്ല റേറ്റ്, നല്ല വണ്ടിയാണ്. 45,000 ഓടിയിട്ടുള്ളൂ Q3 ഒക്കെ. ഓക്കെ, എന്തായാലും കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ ഞങ്ങൾക്ക് ആർക്കും മുന്നോട്ട് പോകാൻ സാധിക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ അതിനുശേഷം ഷെയറും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് പോകാം അല്ലേ. ആദ്യം നമുക്ക് മെഴ്സറസ് ബെൻസ്, അതിൽ തന്നെ ഏറ്റവും ജനപ്രീതിയുള്ള ഒരു വാഹനമാണ് അല്ലേ, C ക്ലാസ് ആണ്, C220 അല്ലേ. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഈ C ക്ലാസ് എന്താ വെച്ചാൽ ഏറ്റവും ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രീമിയം കാറാണ് C ക്ലാസിൻ്റെ ഈ മോഡൽ. എന്താ വെച്ചാൽ ലോ മെയിൻ്റെനൻസ്, ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. അതായത് കംപ്ലൈന്റുകൾ പൊതുവേ കമ്പാരിറ്റീവ്ലി വെരി വെരി ലോ എന്ന് തന്നെ പറയാൻ പറ്റും. അതിനേക്കാളും പുറം 20 കിലോമീറ്റർ വരെയൊക്കെ മൈലേജും കിട്ടും. വേറെ ഏതെങ്കിലും ഒരു പ്രീമിയം കാർ കിട്ടും. കാരണം എന്താ വെച്ചാൽ ആളുകൾ പറയും ഒരു സ്വിഫ്റ്റ് കൊണ്ടുള്ള ചെലവ് എന്നൊക്കെ പറയില്ല, അതിനേക്കാളും ലോ ചെലവിലാണ് വണ്ടി കൊണ്ട് എടുക്കാൻ പറ്റുക. അപ്പൊ നമ്മൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന വണ്ടിയാണ് C ക്ലാസ്. ഇത്രയും കാറുകൾ നമ്മളെടുത്ത് ഉണ്ടെങ്കിലും നമ്മൾ റെക്കമെൻഡ് ചെയ്യാല് C ക്ലാസ്. ലോ മെയിൻ്റെനൻസ് ഒരു സാധാരണ അതുകൊണ്ട് തന്നെ ഒരു ഇപ്പൊ ഇതിന്റെ ഈ ക്ലാസിനേക്കാളും വില കൂടുതലുണ്ട് C ക്ലാസിന്. 2015 ഈ ക്ലാസിനേക്കാളും C ക്ലാസിന് വില ഉണ്ട്. ഇത് സ്പോർട്ടി ലുക്കാണ്. ഇതിന്റെ മുന്നൊക്കെ നമുക്ക് കാണിക്കാം, വിശദമായിട്ട് കാണിക്കാം. അപ്പോൾ ഈ വണ്ടി പറയണമെന്നുണ്ടെങ്കിൽ ഏതാ മോഡൽ? ഇത് 2015 വണ്ടിയാണ്. 15. ഇത് മൊത്തം 59,000 കിലോമീറ്റർ ആണ്. ഈ 59,000 കിലോമീറ്റർ വരെ ഉള്ള സർവീസ് ഫുള്ള് കമ്പനിയിൽ നിന്ന് വന്നിട്ട് ചെയ്തു പോയിട്ടുണ്ട്. അതായത് ഇപ്പോൾ വണ്ടി എടുക്കുന്ന ഒരാൾക്ക് ഒരു സർവീസ് പോലും ചെയ്യാനില്ല, കമ്പനിയിൽ നിന്ന് തന്നെ. ഈ വണ്ടി പുറത്തുനിന്ന് എവിടുന്നും സർവീസ് ചെയ്തിട്ടില്ല, A to Z കമ്പനിയിൽ തന്നെ ചെയ്താണ്. നമ്മൾ പക്ഷേ ഇതിന് ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്, വെരി മൈനർ സ്ക്രാച്ചസ്. അതിന്റെ റീസൺ എന്താ വെച്ചാല് നമ്മള് പിന്നെ വണ്ടി ഡൽഹിയിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ, ഇപ്പൊ ഇവിടെ കിടക്കുന്ന ഒരു വണ്ടികളും വർക്ക് എടുത്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് സമയമില്ല. കാരണം അത് ചെറിയ ചെറിയ ടച്ചിങ് പോളിഷിംഗ് അങ്ങനത്തെ വർക്കുള്ള വണ്ടികൾ എടുക്കലുള്ളൂ. മേജർ ഇഷ്യൂസ് ഉള്ള വണ്ടികൾ നമ്മൾ എടുക്കലില്ല. അപ്പൊ നിങ്ങൾക്ക് വണ്ടിയുടെ ഒറിജിനൽ കോലത്ത് തന്നെ കാണാൻ പറ്റും. അതെ, ഫുൾ ഗ്ലാസ് ഒറിജിനൽ ആണ്, ഒന്നും മാറിയിട്ടില്ല. അതായത് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല, വളരെ നല്ല വണ്ടി. മൈനറായിട്ടുള്ള സംഭവങ്ങളൊക്കെ, മൈനറും മേജറും നമ്മൾ വ്യത്യാസമുണ്ട്. അതായത് ബമ്പർ, ചെറിയ ചെറിയ എക്സ്റ്റേണൽ പാർട്സിന് വരുന്ന മാറ്റങ്ങളാണ്. അത് ഏത് വണ്ടിക്കും ഡൽഹിയിൽ നിന്ന് സംഭവിക്കുന്നതാണ്. സ്ട്രക്ചറൽ ഡാമേജസ് ആണ് നമ്മൾ അതാണ് ചില. അതെ, അങ്ങനത്തെ ഒന്നുമില്ല, ഗ്ലാസോ അല്ലെങ്കിൽ ഇതൊന്നും മാറിയിട്ടില്ല, എല്ലാം ഒറിജിനലാണ്. അത് സർവീസ് പുറത്തുനിന്ന് ചെയ്തിട്ടില്ല വണ്ടി.
ഈച്ച് ആൻഡ് എവരി പാർട്ട് കമ്പനി തന്നെ ഫുൾ സർവീസ് പോയ വാഹനമാണ്. നല്ല വണ്ടിയാണ്. ഇതിപ്പോൾ എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് ഫൈനൽ നമുക്കൊരു 17,90,000 രൂപ. ഇതിപ്പോ ഇവിടെ നമ്പർ ആയോ അതോ NOC-ലാണല്ലോ? NOC-ലാണല്ലോ. ഏകദേശം 3,25,000 രൂപ ഇതിന് ടാക്സ് വരും. 3,25. ഇപ്പൊ പറഞ്ഞ 17,90 17,90. നമ്മളൊരു ഓഫർ റേറ്റ് ഒന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് കുറച്ച് കൊടുക്കുക. കാരണം നമ്മളൊരു വീഡിയോ ഇട്ടൊക്കെ വിൽക്കുകയാണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 17,50 40,000 രൂപ ലെസ് ചെയ്തിട്ട് 17,50 നമുക്ക് ഈ വണ്ടി കൊടുക്കും. 17,50 ഫൈനൽ. 3-3.25 മാറാൻ വേണ്ടി വരും യെസ് ഏകദേശം. ഓക്കെ. അത് കേരളത്തിലേക്ക് മാറുകയാണെങ്കിൽ അങ്ങനെ, ഇനിയിപ്പോ പോണ്ടിച്ചേരി ഇപ്പൊ മാഹിയൊക്കെയുള്ള ആൾക്കാർ പോണ്ടിച്ചേരിക്കൊക്കെ മാറുകയാണെങ്കിൽ ഒരു 75,000 രൂപ വരുള്ളൂ. അത്രേ വരുന്നുള്ളൂ. അതിനൊക്കെയുള്ള ഓപ്ഷൻ വരും. വണ്ടി നല്ല വണ്ടിയാണ്, വണ്ടി ഗ്യാരണ്ടിയാണ്. നമ്മൾ 1, 2, 3 മാസമൊക്കെ നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റും. ശരി. കാരണം ക്വാളിറ്റിന്റെ കാര്യത്തിൽ പക്കയാണ്, ധൈര്യമായിട്ടാണ്. ഓക്കെ. പിന്നെ നമ്മളെ കിലോമീറ്ററിന്റെ കാര്യത്തിലും ഞങ്ങൾ ഓൾറെഡി പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കിലോമീറ്റർ നമ്മൾ ഫുള്ളി ചെക്ക് ചെയ്താണ്, അത് ഗ്യാരണ്ടിയാണ്. തിരിച്ചാൽ മറിച്ച് അതിനെ പ്രൂവ് ചെയ്താൽ വണ്ടി ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ അത്രയേ ഉള്ളൂ. 17,50,000 രൂപയ്ക്ക് ഫൈനൽ റേറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് തരാം. ഓഫർ റേറ്റ്. ഞാൻ ഈ ചെറിയ സ്ക്രാച്ച് ഉണ്ടല്ലോ, ഇത് കേരള വണ്ടിയാണ്. ഇപ്പൊ എത്ര മാർക്കറ്റ് ഉണ്ടാവും ഏകദേശം? കേരള വണ്ടിയൊക്കെ ആണെങ്കിൽ എന്തായാലും 30 lakh 30 ലക്ഷത്തിനോട് ഉണ്ട്. കേരള വണ്ടിയല്ല, ഇവിടുത്തെ ഈ വണ്ടി തന്നെ ഇപ്പൊ നോർമലി ഉള്ള ഡീലർമാർ തന്നെ പിന്നെ വണ്ടികളൊക്കെ ക്വാളിറ്റിക്കാണ് വില കേട്ടോ. ഒരിക്കലും നമ്മൾ ഈ ഇന്നോവ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ പ്രീമിയം കാർ ഒരിക്കലും നമുക്ക് ആ റേറ്റ് വെച്ചിട്ട് നമുക്ക് വില കുറച്ചും കാണാൻ കഴിയും. കാരണം ഒരു ഇടിച്ച വണ്ടിയാണ് കൂട്ടിക്കോളൂ. ഞാൻ പറഞ്ഞ സ്ട്രക്ചർ ഡാമേജ് ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. സ്ട്രക്ചർ ഡാമേജ് ഉണ്ടെങ്കിൽ ഇതേ വണ്ടി നമുക്ക് 8 ലക്ഷം രൂപ 9 ലക്ഷം രൂപ കിട്ടും. പക്ഷെ അത് വണ്ടി അലൈൻമെന്റ് റെഡി ആവില്ല. നിങ്ങളൊരു 100 മുകളിൽ കൂടുമ്പോൾ വണ്ടിയുടെ കുത്തി മറിയും. അപ്പോൾ എന്തായാലും താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. NOC നിങ്ങളുടെ പേരിലേക്ക് എടുത്തു തരും അല്ലേ? ഇപ്പോൾ എവിടെ എടുത്തിട്ടില്ല അല്ലേ? ഇപ്പോൾ കൊടുത്തിട്ടില്ല. നമ്മൾ കസ്റ്റമർ ഏതോ ഏത് ആർട്ടോ KL 10 KL 5 KL 1 KL 7 എവിടേക്ക് വേണമെങ്കിൽ NOC ഇഷ്യൂ ചെയ്ത് തരും. ഓക്കെ. അടുത്ത വണ്ടിയിലോട്ടോ. അടുത്തതാ നല്ലൊരു അടിപൊളി റെഡ് കളർ GLA 200 ആണല്ലേ? 200D. നല്ല മൈലേജ് ഉള്ളൊരു ഡീസൽ സെഗ്മെന്റ്. ഇതിനെ നമുക്കൊരു കോമ്പാക്ട് SUV ആയിട്ട് കണക്കാക്കാൻ പറ്റുമോ? സ്റ്റാർട്ടിങ് ശരിക്കും ഇതൊരു ഹാച്ച് ബാക്ക് കാറാണ്. ഹാച്ച് ബാക്ക് തന്നെയാണ്. ഹാച്ച് ബാക്ക് ആണ്, പക്ഷെ അതൊരു SUV ലുക്ക് തോന്നിക്കുന്ന ഹാച്ച് ബാക്ക് ആണ്. ശരിക്കും ഇതാണ്. അത് ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്ന ലേഡീസ് ഒക്കെയാണ് നമ്മളിന്ന് കൊണ്ടുപോകുന്നത്. പിന്നെ അതിൽ തന്നെ ഇതിന്റെ പ്രത്യേകിച്ച് റെഡ് കളർ, GLA റെഡ് കളർ എന്ന് വെച്ചാല് ഒരു അട്രാക്ഷൻ തന്നെയാണ്. ഡയമണ്ട് ആണ്. കാരണം ഇത് ഇവിടെ കൊണ്ടുപോയിട്ടുള്ള റോഡ് പ്രസൻസ് ഭയങ്കരമാണ്. ആളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന GLA ഒരു കളറാണ് റെഡ്. ഇപ്പൊ നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം ബ്രൗണും വൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയില് GLA ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളൊക്കെ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് റെഡ് ആൻഡ് ബ്ലാക്ക്. അപ്പൊ എങ്ങനെ ഡീറ്റെയിൽ ഇത് 2015 വണ്ടി തന്നെയാണ്. റീപ്ലേസ്മെന്റുകളൊന്നുമില്ല. ഒന്നുമില്ല. എവരി സർവീസ് നമ്മൾ പറയുന്ന പോലെ തന്നെ ഫുൾ സർവീസ് കമ്പനി എന്നുള്ള വണ്ടി തന്നെയാണ്. ഓട്ടോ എത്ര പോയി? റീപ്ലേസ്മെന്റ് 69,000 കിലോമീറ്റർ. 69,000. അതെ, 100% ജെനുവിൻ ആണ്. നമ്മൾ സ്കാൻ ചെയ്ത് ഉറപ്പ് വരുത്തിയതാണ്. കിലോമീറ്റർ തിരിച്ചാന്ന് പ്രൂവ് ചെയ്താൽ വണ്ടി ഫ്രീ നമ്മൾ പറയുന്നു. ഇതിന്റെ മൈലേജ് 20 കിട്ടുമോ? 18 എന്തായാലും കിട്ടും. പിന്നെ ഒന്ന് നമ്മൾ 18 കണ്ണും ചിമ്പി കിട്ടുന്നുണ്ട്. ലോങ്ങിലൊക്കെ നോക്കി ഓടിച്ചാൽ ചിലപ്പോൾ 20 കിട്ടും. മൈലേജ് കൂടുതലാണ്. പക്ഷേ GLA കമ്പാരിറ്റീവ്ലി നമ്മൾ C ക്ലാസിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ സംഭവങ്ങളുണ്ട്. ഇതിനൊരു എന്താ പറയുക, ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു കൈൻഡ് ഓഫ് ഒരു സൗണ്ടിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. കാരണം ഇതിന് ഡബിൾ ഫ്ലൈ വീലാണ് വരുന്നത്. അതിൻ്റെ ഒരു ടെക്നാണ് സൗണ്ട് വരുന്നുണ്ട്. പക്ഷേ ഈ വണ്ടിക്ക് ഉണ്ടല്ലോ, ഈ വണ്ടിക്ക് അതും വന്നിട്ടില്ല. സാധാരണ അത് വരലൊരു 90,000 1 ലക്ഷം കിലോമീറ്റർ നമ്മളെ വണ്ടികൾക്കാണ് കൂടുതലായിട്ട് വരല്. ഈ വണ്ടിക്ക് അത് വന്നിട്ടില്ല. ഇതിന്റെ സ്റ്റാർട്ടിങ് സമൂഹം ക്ലിയർ ആണ്. ഞാൻ പറയാം, GLA എന്താണ് ഇപ്പൊ C ക്ലാസ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. അതിന്റെ ഒരു വ്യത്യാസം പറയാം. അതെല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. നമ്മള് എടുത്തോണ്ട് വേറെ പണിയൊന്നും കിട്ടാനില്ല. അതായത് ഇതിനും വലിയൊരു മെയിൻ്റെനൻസ് ഒന്നും വരാൻ. അതൊരു 60,000 രൂപയ്ക്ക് അങ്ങനത്തെ സാധനത്തിന് കോസ്റ്റ് വരിക. അത് കോമൺ ഇഷ്യൂ ആണ്. ഈ GLAക്കും ഈ Q3 അങ്ങനത്തെ ചില ഡബിൾ ഫ്ലൈയിൽ വരുന്ന ഈ വണ്ടികൾക്ക് വരുന്ന ഒരു കോമൺ ഇഷ്യൂ അല്ല. പക്ഷേ വണ്ടി ഓവറോൾ നല്ല മൈലേജ് ഉണ്ട്. എഞ്ചിനോ ഗിയറിനൊന്നും ഇഷ്യൂസോ കാര്യമായിട്ട് ഇഷ്യൂസോ കാര്യങ്ങളോ. ഇതെങ്ങോട്ട് NOC എടുത്തിട്ടില്ലല്ലോ? ഇല്ല, ഡൽഹി വണ്ടി തന്നെയാണ്. ഡൽഹി നമ്പറാണ്. DL നമ്പർ തന്നെയാണുള്ളത്. അപ്പോൾ ഇത് നമുക്ക് എത്ര കൊടുക്കാം? ഇപ്പോൾ ഇത് നമുക്ക് 12,40,000. നിങ്ങളെ വീഡിയോക്ക് 12,25. 12.5 ലക്ഷം രൂപയ്ക്ക് NOCയിൽ ഈ GLA 200 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുള്ള് കമ്പനി സർവീസ് റെക്കോർഡ് 69,000. 2015 മോഡൽ ഒറിജിനലാണ്. ഒന്നും മാറിയിട്ടില്ല. ചെറിയ മൈനർ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. ഇത് മാറണമെങ്കിൽ എത്രയാവും? ഇതും ഏകദേശം 3.4 ലക്ഷം രൂപ 3 ലക്ഷം രൂപ വരുന്നത്. 3 ലക്ഷം രൂപ അല്ല? അതെ, C ക്ലാസിന്റെ അതേ കോസ്റ്റ് ആണ്. അതെ, ഇത് തന്നെയാണ് വരുന്നത്. 2015 മോഡൽ തന്നെ നേരത്തെ പറഞ്ഞ വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഒരു 3 ലക്ഷം രൂപ മാറാനും കാണണം. നമ്മൾ നേരത്തെ പറഞ്ഞത് പോണ്ടിച്ചേരിക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 75,000 1/4 വരുള്ളൂ ടാക്സ് വരുള്ളൂ. ഓക്കെ,
അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. ഇങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞാലേ നിങ്ങൾക്ക് ലോണിന് അപേക്ഷിക്കാൻ പറ്റും. ഇവിടുന്ന് എന്തായാലും കൊടുക്കുന്നില്ല ലോൺ. മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ നിങ്ങൾക്ക് നിങ്ങളതായുള്ള ബാങ്കൊക്കെ സംസാരിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ വരാം. ഓക്കെ. പക്ഷേ നമ്മൾ ലോൺ ഇല്ലാതെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇഷ്ടം അതാണ്. ഓക്കെ ഓക്കെ. അടുത്തതാ ഓഡിയുടെ ഒരു SUV സെഗ്മെന്റ് ആണ്, കോമ്പാക്ട് SUV. ഓഡി Q3 ആണ്. Q3 ഇപ്പൊ ഇറങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് വരെയുള്ള ഷേപ്പില 2021 വരെ ഏകദേശം ഈ ഒരു മോഡലാണ് ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. അതായത് ഇതിന്റെ ഈ ഇത് കണ്ടോ ഈ ഒരു ഇതൊക്കെ ഓക്കെ ഗ്രില്ലൊക്കെ ഈ ഒരു ടൈപ്പിൽ വരുന്ന ഒരു ക്രോം ടൈപ്പില. അതെ അതെ. ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെയാ ഇത്. നല്ല വണ്ടിയാണ്. 2015 തന്നെയാണ് മോഡല്. ഓക്കെ. പിന്നെ വെറും 46,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 46,000. അത് ജെന്യൂൻ ആണ്. നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ഓക്കെ. നിങ്ങൾ അതിന്റെ ഇന്റീരിയറും ഒക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും. വണ്ടി എക്സ്റ്റീരിയറിലൊക്കെ ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ സ്ക്രാച്ചസ് എല്ലാ വണ്ടികളിലും ഉണ്ട്. ഓക്കെ, ഇത് ഫുൾ ഓപ്ഷൻ തന്നെ അല്ല? ഇത് ഫുൾ വേരിയന്റ് ആണ്. പാനോറാമിക് റൂഫാണ് വരുന്നുണ്ട്. നല്ല വണ്ടിയാണ്, നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. നമ്മള് ഇതും എവിടെയോ NOC എടുത്തിട്ടില്ലല്ലോ? ഒന്നും എടുത്തിട്ടില്ല, സിംഗിൾ ഓണർ ആണ്. പിന്നെ നമ്മളിത് ഗ്യാരണ്ടി ആണ്. പിന്നെ 1-2 മാസമൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കും, എഞ്ചിനും ഗിയറിനൊക്കെ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. നല്ല വണ്ടിയാണ്. പിന്നെ ഓഡി ചൂസ് ചെയ്യുന്ന ആൾക്ക് ഉള്ളൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ശരിക്കും Q3. ഓക്കെ. നിങ്ങൾക്ക് അഥവാ ഇനി സ്പെയർ പാർട്സ് ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ ഇവരതും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന വണ്ടികൾക്ക് നമ്മൾ എന്താ പറയാ സ്പെയർ പാർട്സ് നമ്മൾ കൊടുക്കും. നമ്മൾ എടുത്തിരിക്കുന്ന വണ്ടികൾക്ക് നമ്മൾ വർക്ക്ഷോപ്പ് സപ്പോർട്ട് നമ്മൾ കൊടുക്കും. സ്പെയർ പാർട്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഓഡിയൊക്കെ ഭയങ്കര രസം. Q3ന്റെ ഒക്കെ പ്രത്യേകം എന്താ അറിയോ? Q3 ഞാൻ എപ്പോഴും പറയല എന്താ വെച്ചാൽ സ്പെയർ പാർട്സ് ഏറ്റവും ചീപ്പാണ് Q3ൻ്റെത്. ശരി. എല്ലാ പ്രീമിയം കാറുകളൊന്നും വളരെ ചീപ്പ് സ്പെയർ പാർട്സ് Q3ക്ക് മാത്രം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം ഇതിന്റെ സ്റ്റാരിംഗ് ബോക്സ് ഫുള്ള് സെറ്റ് ഉണ്ടല്ലോ, കംപ്ലീറ്റ് സെറ്റ്. 35,000 രൂപയ്ക്ക് നമുക്ക് പുതിയ, അതായത് സെക്കൻഡ് ഹാൻഡ് സാധനം മാർക്കറ്റിൽ നിന്ന്. ഇതേ സാധനം A4ലേക്ക് പോകുമ്പോൾ 85,000 രൂപ വരുന്നുണ്ട്. Q3ക്ക് മാത്രമുണ്ട്. അതായത് അപ്പൊ സ്റ്റാരിംഗ് ബോക്സ് എന്നൊക്കെ പറഞ്ഞാൽ മേജർ പാർട്ടാണ്. സ്റ്റാരിങ്ങിന്റെ കംപ്ലീറ്റ് ബോക്സ് ഒരു ഇതല്ല. അതായത് സ്റ്റാരിങ്ങിന്റെ ഒരു ഇതും പിന്നെ ഇതല്ല, അതിന്റെ മൊഡ്യൂളും സെറ്റൊക്കെ ഉൾപ്പെടെ അത്രേ വരുന്നുള്ളൂ. അത് 25,000 രൂപക്കും കിട്ടും സെക്കൻഡ് ഹാൻഡ്. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള സാധനം നമ്മൾ അയക്കാത്ത സാധനം തന്നെ നമുക്ക് ഡയറക്റ്റ് എടുത്തന്നെ 35 രൂപ കിട്ടുന്നുണ്ട്. അപ്പൊ Q3ക്ക് അങ്ങനെ കുറെ ബെനിഫിറ്റ് ഉണ്ട്. അത് മാത്രമല്ല, ഇങ്ങനത്തെ ആവശ്യം വന്നവരെ കോൺടാക്ട് ചെയ്താൽ മതി. Q3ന്റെ 2 ഷോക്കറിന്റെ സെറ്റ് ഉണ്ടല്ലോ, ഒരു ഫ്രണ്ട് സെറ്റ് ഒക്കെ നമുക്ക് 7,000-8,000 രൂപക്കൊക്കെ. അതായത് നമുക്ക് ഈ തായ്വാൻ ഇമ്പോർട്ടഡ് സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് Q3ക്ക്. ഇത് Q3ന്റെ ഒരു പ്രത്യേകതയാണ്. മൈലേജ് നമുക്കൊരു 14-15 ആണ് നോർമൽ ഡ്രൈവിൽ കിട്ടുന്നത്. വളരെ സൂക്ഷിച്ചോടെ 17 കിട്ടും. 17 രൂപയൊക്കെ മാക്സിമം. ഓക്കെ. 2015 വണ്ടിയാണ്. ഇതിപ്പോ നമുക്ക് NOCയിൽ എത്ര കൊടുക്കാം? ഇത് നമുക്ക് ഫൈനൽ നമുക്കൊരു 12,40,000 രൂപക്ക്. 2015 ഫുൾ ഓപ്ഷൻ. ലോ കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ്. നല്ല വണ്ടിയാണ്. 15-40. അതെ, ഒരു റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എല്ലാ ഗ്ലാസും ഒക്കെ ഒറിജിനൽ ആണ്. ഏകദേശം നമുക്കൊരു 3 lakh. 3 lakhന്റെ ഈ 3 lakh എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇവിടെ 22% റോഡ് ടാക്സ് വരുന്നത്. അപ്പൊ അറൗണ്ട് ഇതിനൊക്കെ ഒരു എക്സ്ഷോറും വെല്ലിനെ കണക്കാക്കിയിട്ടുള്ള ഒരു പ്രൈസ് ആണ്. ആ വർഷം എത്ര വർഷം കഴിഞ്ഞു അതിന് ബാക്കിയുള്ള. അപ്പൊ ഈ പറഞ്ഞ എല്ലാ വണ്ടികളും ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. A4 അത്ര വരുന്നില്ല. A4 നമുക്ക് 1.5 ലക്ഷം ഉള്ളൂ. നമുക്ക് അതിലേക്ക് കിടക്കാം. ഓക്കെ. അടുത്തതാ ഡൽഹി വണ്ടികളുടെ രാജകുമാരൻ ക്രിസ്റ്റ. നമ്മൾ ആകെ പ്രീമിയം കാറല്ലാതെ ചെയ്യുന്നത് ക്രിസ്റ്റയും ഫോർച്യൂണറും ആണ്. അതിൽ ചെയ്യുന്നത് ഈ ക്രിസ്റ്റയാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സാധനമല്ലേ? അതെ, ക്രിസ്റ്റ ശരിക്ക് നല്ലൊരു ഓപ്ഷനാണ് ക്രിസ്റ്റ. അതായത് ക്രിസ്റ്റ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാവരും എഞ്ചിൻ നല്ല കറക്റ്റാണ്, എഞ്ചിനോ പ്രശ്നം മെക്കാനിക്കൽ ഇഷ്യൂസ് ഒന്നും ക്രിസ്റ്റ കണ്ണും ചിമ്പിട്ട് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതൊക്കെ 1 ലക്ഷം ഓടിയിട്ടുള്ളൂ. പക്ഷേ ഈ വണ്ടി തന്നെ ഇപ്പോൾ ഒരു 5 ലക്ഷം ഓടിക്കഴിഞ്ഞാൽ ഇതിനൊന്നും വരാല്ല. അതുകൊണ്ട് തന്നെ എഞ്ചിൻ വൈസിലൊക്കെ ഓക്കെ ആയിരിക്കും. പക്ഷേ ക്രിസ്റ്റന്റെ ബോഡി വളരെ മോശമാണ്. ബോഡി മോശം വെച്ചാൽ ക്രിസ്റ്റക്ക് തുരുമ്പുകൾ വരുന്ന വണ്ടികൾ കണ്ടമാനുണ്ട്. അതായത് ഈ വെള്ളത്തിന്റെ എന്തെങ്കിലും ഇപ്പോൾ ബെൻസ് ഒന്നും തുരുമ്പിടിക്കില്ല. ബെൻസുകൾ റോഡിൽ കിടക്കുന്ന വണ്ടി ക്രിസ്റ്റക്ക് തുരുമ്പിടിക്കും. ക്രിസ്റ്റക്ക് എന്താ വെച്ചാൽ ക്രിസ്റ്റ വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിൽ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇന്നോവക്കും ഫോർച്യൂണറിനൊക്കെ ഉണ്ട്. ഫോർച്യൂണറിനില്ല, ഫോർച്യൂണർ ഒന്നും കൂടി സ്ട്രോങ് ആണ്, ഇരുമ്പൊക്കെ ഒന്നും കൂടി സ്ട്രോങ് ആണ്. ബട്ട് ക്രിസ്റ്റ ഇന്നോവക്കും ആ പ്രശ്നമുണ്ട്. അതായത് ഒരു ക്വാളിറ്റി കുറവുള്ള ഒരു ഇരുമ്പ് തകിടാണോ ഉപയോഗിക്കുന്നത്. പക്ഷേ എഞ്ചിൻ മെക്കാനിക്കലി നോക്കണം. പക്ഷേ ശ്രദ്ധിച്ചെടുത്താൽ മതി. എൻ്റെ ഒരു അഭിപ്രായത്തിലാവുന്ന നമ്മൾ കസ്റ്റമേഴ്സിനെ ഒന്ന് കാട്ടി കൊടുക്കണം എവിടെയൊക്കെ തുരുമ്പ് വരാൻ സാധ്യത ഉണ്ട്. കാരണം നമ്മളെ വണ്ടികൾക്ക് അത് ഉണ്ടാവില്ല. നമ്മള് ക്രിസ്റ്റ വളരെ കുറവാണ്. അപ്പോഴും ആൾക്കാർക്ക് ക്രിസ്റ്റക്ക് ഒരുപാട് എൻക്വയറി ഉണ്ട്. പക്ഷെ നമ്മൾ മാസത്തിലൊരു 2-3 ക്രിസ്റ്റകളിൽ കൂടുതൽ ഇപ്പം എൻ്റെ അടുത്ത് 2 ക്രിസ്റ്റ വേറെ ഡൽഹിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2-3 ക്രിസ്റ്റകളുടെ മുകളിൽ നമുക്ക് ഒരു മന്ത്ലി കൊടുക്കാൻ കഴിയുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ 10-20 ക്രിസ്റ്റ കൊടുക്കുന്ന ഡീലർമാരുണ്ട് ഒരു മാസം തന്നെ. പക്ഷെ എൻ്റെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ ആ തുരുമ്പൊന്നും ഇല്ലാത്ത വണ്ടികൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ കൊടുക്കുള്ളൂ. തുരുമ്പ് നോക്കും. മെക്കാനിക്കൽ ക്രിസ്റ്റ ഒരു പരിധി വരെ നോക്കാനില്ല. അപ്പോൾ ആൾക്കാർ പൊതുവെ അത് തുരുമ്പ് ആക്സിഡന്റ് ഉള്ളവരെ വരുള്ളൂ എന്നൊക്കെ. അല്ലല്ല, തുരുമ്പ് ഞാൻ എൻ്റെ പ്രത്യേകിച്ച് ആ ഡിക്കിന്റെ ഒക്കെ പെയിന്റ് പോയാൽ അവിടെ അത് മാത്രമല്ല ഡിക്കിന്റെ ബീഡിംഗ് ഒക്കെ പറിച്ച് അത് വെള്ളത്തിന്റെ പ്രശ്നമാണ്.
നിന്നിട്ട് ഇങ്ങനെ അതല്ല, ചില ഈ കോയൽ കിണറത്തെ വെള്ളം, ചില ഉപ്പിന്റെ അംശമുള്ള വെള്ളമൊക്കെ ഉണ്ടാവും ചില സ്ഥലത്ത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കസ്റ്റമേഴ്സിനെ, നമുക്കൊന്ന് കാട്ടി കൊടുക്കണം, കാരണം നമ്മളൊരു വണ്ടികൾക്കും ഉണ്ടാവില്ല. ശരി ശരി, ഓക്കെ. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ സെഡ് ഓട്ടോമാറ്റിക് ക്രിസ്റ്റന്റെ ടോപ്പ് വേരിയന്റ് വണ്ടി. അതായത് ലാസ്റ്റ് ഇറങ്ങിയ സമയത്ത് 30-34 ലക്ഷം റുപ്യോളം വില ഉണ്ടായിരുന്നു. മോഡൽ ഏതാ? ഇത് 2010, ഇത് അതിന്റെ 2016 മോഡലാണ്. 16 മോഡൽ. എവരി ഗ്ലാസ് നമ്മളെല്ലാം പറയുന്ന പോലെ തന്നെ എല്ലാ ഗ്ലാസും ഒറിജിനലാണ്. സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ടൈപ്പ് 3 കിറ്റിന്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. 20,000 നമുക്കൊരാള് എക്സ്ട്രാ തരാണെന്നുണ്ടെങ്കിൽ ഒരു 22,000 ഒക്കെ തരാണെങ്കിൽ മാറിയിട്ട് കൊടുക്കാം. അതായത് ഇതിന്റെ 2 ഹെഡ്ലൈറ്റും ബമ്പറും ഗ്രില്ലും എല്ലാം മാറിയിട്ട് ടൈപ്പ് 3 കിറ്റിലേക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളിപ്പോൾ അതേപോലെ അത് ഡൽഹിയിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ, പണിയെടുക്കാനൊന്നും സമയം കിട്ടും. പിന്നെ നമ്മളിത് ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ഓപ്പൺ സെയിൽ, അതായത് മറച്ചു വെച്ച് കാണ്ടൊന്നുമില്ല. അതായത് ഇപ്പോൾ ഒരു ചില ആൾക്കാരുണ്ടല്ലോ തുരുമ്പുള്ള ഒരു വണ്ടി പെയിന്റ് അടിച്ചിക്കാണ്ട് അതിന്റെ മുകളിൽ പെയിന്റ് അടിച്ച് കൊടുക്കാവുന്നില്ല. നമ്മളെല്ലാം വെരി ഓപ്പൺ ആയിട്ട് എടുക്കാൻ പറ്റും. പെട്ടെന്ന് കാണുമ്പോൾ ഒരു ലുക്ക് തോന്നൂല കേട്ടോ. വണ്ടിനെ കുറിച്ച് അറിയാത്ത ഒരാൾ വന്നാൽ ചിലപ്പോൾ അയ്യോ വേണ്ടാന്നൊക്കെ പറഞ്ഞു പോകും, എന്തത് മൊത്തം പൊട്ടിപ്പൊളിന വണ്ടി എന്നൊക്കെ തോന്നും, ഇങ്ങനെ ചെറിയ സ്ക്രാച്ച് ഒക്കെ കാണുമ്പോൾ. പക്ഷെ ഇത് അറിയണവനെ സംബന്ധിച്ചിടത്തോളം ഇത് അവന് മനസ്സിലാവും ഇത് ജെനുവിൻ വണ്ടിയാണ്, വെരി സ്ട്രെസ്ഡ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന. ഇത് എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് 13,40,000 രൂപ. ഏകദേശം 2,10,000-20,000 രൂപയാണ് ടാക്സ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്ന് അടിച്ചത്. ഓക്കെ, 13,40 2016 ക്രിസ്റ്റ ഓട്ടോമാറ്റിക്. 1,00,000 ഓടിയിട്ടുള്ളൂ കേട്ടോ. എല്ലാ സർവീസും കമ്പനി സർവീസാണ്, എല്ലാം ഒറിജിനലാണ്, പുറത്തുനിന്ന് സർവീസ് ചെയ്തിട്ടില്ല, ഫുള്ള് ഗ്യാരണ്ടി. പിന്നെ തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല. ക്രിസ്റ്റ ഞാൻ വീണ്ടും പറയുന്നത് എല്ലാവരും വിലയൊക്കെ ചിലവ് നോക്കുമ്പോഴേ, കാരണം പിന്നെ മാത്രമല്ല ഈ ഡൽഹിയിൽ നിന്ന് തന്നെ ഡീൽ ചെയ്യുന്ന ഡീലർമാരൊക്കെ ഇവര് വില ഇപ്പോൾ നമ്മൾ അത്ര ഉള്ളൂ എന്നൊക്കെ പറയാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വെച്ചാൽ ഒരു അങ്ങോട്ട് ഇങ്ങോട്ട് ഇറക്കാനുള്ള കോസ്റ്റ്, NOC ചാർജ്, ആ ചാർജ്, ഈ ചാർജ്, കമ്മീഷൻ ചാർജ് എന്നൊക്കെ പറഞ്ഞാൽ എക്സ്ട്രാ പൈസ വേറെ വാങ്ങുന്നുണ്ട്. നമ്മളിത് നോ ഹിഡൻ ചാർജസ്. പറയുന്ന വില തന്നെ, അതേ ഉള്ളൂ. അടുത്തത് ആ കപ്പലാണ്. BMW 7 സീരീസ് KL 7 രജിസ്ട്രേഷൻ വാഹനം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച വണ്ടിയാണ്. അതെ, നമ്മൾ സെയിലാത്തൊരു വണ്ടിയുള്ളൂ, ലിസ്റ്റിലുള്ളിൽ സെയിലാത്തൊരു വണ്ടിയുള്ളൂ. ഇത് പിന്നെ ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇത് അറൗണ്ട് 70,000 ഓടിയിട്ടുണ്ട്. വണ്ടി നല്ല വണ്ടിയാണ്, പിന്നെ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 17,900 നമ്മൾ പ്രൈസ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും സെയിൽ ആവാത്തതുകൊണ്ട് നമ്മൾ വില കുറച്ച് കൊടുക്കുന്നു. അപ്പോൾ ഇത് നല്ലൊരു ഓഫറിൽ നമുക്ക് കൊടുക്കാം. ഇത് ഒന്നാമത്തെ ഒരു കാര്യം, ഇതൊരു റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളെ വണ്ടി, കാരണം ഇതിന്റെ ഇന്റീരിയർ ഒക്കെയാണ് ഇതിന്റെ ഫെസിലിറ്റി. ഫ്രണ്ടിൽ മറ്റേ സ്ക്രീൻ ഉള്ളിൽ ഒരു റോയൽ ലെവലിൽ പോകാൻ പറ്റുന്ന ആളുകൾക്കൊക്കെ പറ്റിയൊരു വണ്ടിയാണ് 7 സീരീസ്. പക്ഷെ മറ്റു പറഞ്ഞാൽ നമ്മളെ ഈ C ക്ലാസ് ഒന്നും ഉപയോഗിക്കുന്ന ഒരു മൈൻഡ് സെറ്റ്, ഞാനൊക്കെ ഒരു C ക്ലാസ് മൈൻഡ് സെറ്റ് മാത്രമല്ല ഇത് കൊണ്ടുനടക്കാൻ കുറച്ച് ചെലവുണ്ട്. C ക്ലാസിനെ വെച്ച് കമ്പയർ ചെയ്യുന്നത്. പക്ഷേ ചെലവ് വെച്ച് മൈലേജ് ഉണ്ട്, അത്യാവശ്യം 13-14 എന്തായാലും മൈലേജ് ഉണ്ട്. പ്രീമിയം ആണെന്ന് വെച്ചാൽ മൈലേജ് ഉണ്ട്. പിന്നെ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഓക്കെയാണ്. പക്ഷേ ഇതിന്റെ സ്പെയർ പാർട്സ് നിങ്ങൾ പറഞ്ഞ മാതിരി ഇൻകമ്പാരിറ്റീവ്ലി ഇപ്പം നമ്മൾ ഈ Q3 കൊണ്ടൊന്നും പറഞ്ഞ ഒരു മൈൻഡ് സെറ്റ് ഉപയോഗിക്കുന്ന ഒരു ആളുകൾക്ക് പറ്റൂല. പക്ഷേ അങ്ങനെ കംപ്ലൈന്റുകളും കാര്യങ്ങളൊന്നും പൊതുവെ വരുന്നുണ്ട്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. വണ്ടി നല്ല വണ്ടിയാണ്, വേറെ ഇഷ്യൂസ് ഒക്കെ, ഒറിജിനൽ കേരള വണ്ടിയാണ്. നമുക്കിതൊരു 15,90,000 രൂപ, 2 ലക്ഷം രൂപ കുറച്ച് ഇവിടുന്ന് പോയി. ഞാൻ എക്സ്ചേഞ്ച് എടുത്താണ് ആക്ച്വലി. അതായത് ഒരു നമ്മളൊരു S ക്ലാസ് ആയിട്ട് എക്സ്ചേഞ്ച് എടുത്താണ്. നിങ്ങൾ ഇത് വാങ്ങിയ ഒരാളെ S ക്ലാസ്സാണ് വാങ്ങിയിട്ടുള്ളത്. ആ മൈൻഡ് സെറ്റ് ആണ് S ക്ലാസ്, 7 സീരീസ്, 8. ഓരോന്നുള്ള ടോപ്പ് സാധനം. അതെ, 2012 മോഡൽ വണ്ടിയാണ്. 12 മോഡലാണ്. ഓക്കെ, 15,90 ഫൈനൽ റേറ്റ്. ഒറിജിനൽ കേരള വണ്ടി നിങ്ങൾക്ക് നഷ്ടത്തിൽ പോയി. അതല്ല കച്ചവടം അങ്ങനെ കുറെ എല്ലാ വണ്ടി ലാഭത്തിലൊന്നല്ല, ചിലരൊക്കെ നഷ്ടത്തിൽ കൊടുക്കും. ഞാൻ പിന്നെ എന്താ പറയുക, ഞാൻ ഇനി വേണമെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ പോകണില്ലാന്ന് വെച്ചോളി, ഞാൻ 14,90 കൊടുക്കും. ഇതിങ്ങനെ ഇവിടെ കടന്നാൽ അത് നഷ്ടമല്ലേ? അതെ, അതാണ് നമ്മൾ ഞാൻ കൊടുക്കുന്നത്. അത് നമ്മളൊരു ബിസിനസിന്റെ സൈക്കോളജി എന്താ വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ വണ്ടി നിർത്തൂല. ഞാൻ ഫ്ലെക്സിബിൾ ആണ്. ഇപ്പൊ ഇതിലൊക്കെ പറയണമെങ്കിൽ ഞാൻ കുറച്ച് ഇനിയും കൊടുക്കും. കാരണം എന്താ വെച്ചാല് എനിക്ക് നടക്കണാണ് ഇഷ്ടം. എനിക്ക് വണ്ടി എത്ര വട്ടം വണ്ടി കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഒഴിവാക്കിയത് കയ്യിന്റെ, പക്ഷെ അത് മാറ്ററല്ല. ഒരു പക്ക SUV ഫോർച്യൂണർ അല്ലേ? എങ്ങനെയാ ഡീറ്റെയിൽ? എത്ര വണ്ടികളുണ്ടെങ്കിലും ഞാൻ മലയും കയറും കുന്നാനും ഉപയോഗിക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. എവിടെയും കൊണ്ടുപോകാൻ പറ്റും. അത് 4x4 ആണത്. 4x4 മാനുവൽ ആണ്. ഫോർച്യൂണറിൽ വളരെ റയർ ആയിട്ടുള്ള ഒരു സംഭവമാണ് 4x4 മാനുവൽ. അതായത് 2014 വരുന്ന മാറ്റം ഇത് കേട്ടോ. ഗിയർ കൂടി 13 വരെയുള്ള മോഡൽ ഓക്കെ, 4x4 വരുന്നുണ്ട് പഴയ മോഡൽ. അതിന് മാർക്കറ്റ് കുറച്ച് കുറവാണ്. പെർഫോമൻസും ക്വാളിറ്റിയിലൊക്കെ നല്ല വ്യത്യാസമുണ്ട്. അത് 2014 ലാസ്റ്റ് വരുന്ന പിന്നെ 4x4 മാനുവൽ വണ്ടിയാണ്.
ഈ ടൈപ്പ് 2 വേരിയന്റിൽ വരുന്ന വണ്ടി. എഞ്ചിൻ വൈസിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഈ വണ്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയായിരുന്നു. പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. ഞാൻ എൻ്റെ എപ്പോഴും സ്റ്റാറ്റസിലൊക്കെ ഈ വണ്ടി എടുത്തിട്ടായിരിക്കും പല റണ്ണിങ്ങിന് പോകുന്നത്. കാരണം നമുക്ക് ലോങ് പോകാം, പല സ്ഥലങ്ങളിലും പോകാം. ഇപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കൃഷിയൊക്കെ ഉള്ള, അപ്പോൾ നമ്മൾ ആ കൃഷി സ്ഥലങ്ങളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കാരണം 4x4 വണ്ടിയാണ്. പിന്നെ എന്ത് ചെയ്താലും ഒന്നും വരാല്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാനൊരു കച്ചവടക്കാരനായതുകൊണ്ട് ഞാൻ പൊതുവേ വിൽക്കാൻ വേണ്ടി എപ്പോഴും ഇടാറുണ്ട്, ഇങ്ങനെ വീഡിയോകളിലൊക്കെ ഇടാറുണ്ട്. കഴിഞ്ഞ നിങ്ങളെ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല. അല്ല, ഇതിപ്പോൾ വെറുതെ ഇട്ടതാ? അല്ലല്ല, ഇത് എന്തായാലും കൊടുക്കാണ്. ഇത് കൊടുത്തിട്ട് ഞാൻ പിന്നെ ഇതിന്റെ പുതിയ മോഡൽ വണ്ടി ഉണ്ടല്ലോ, ഇനി പേഴ്സണൽ യൂസിനാണ് ഇതിന്റെ പുതിയൊരു മോഡൽ വണ്ടി 4x4 മാനുവൽ എടുക്കാനുള്ള ഒരു പ്ലാനിങ് എടുക്കും. ഇത് കൊടുത്തിട്ട് അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഓട്ടോമാറ്റിക് അല്ല, എനിക്ക് ഈ ഓട്ടോമാറ്റിക് വണ്ടി മാനുവൽ പറ്റൂല. അതായത് ഓഫ് റോഡിങ് പർപ്പസിന് പറ്റൂല. കാരണം അതിന്റെ ഗിയർ ബോക്സ് അടിയിലാണ് വരുന്നത്. നമുക്കിപ്പോൾ ഒരു കുറച്ച് വെള്ളമുള്ള ഒരു ഏരിയ കൂടെ പോകണമെന്ന് കൂട്ടിക്കോളൂ, അടിയിൽ വെള്ളം വിചാരിച്ചോളൂ. നമ്മൾ ഈ ഓട്ടോമാറ്റിക് വണ്ടി വെള്ളത്തിൽ കൂടെ പോയി അതിന്റെ മൊഡ്യൂൾ താഴ്ത്താ വരുന്നത്, ഗിയർ ബോക്സ് അടിച്ചു. ഈ മാനുവൽ വണ്ടിക്ക് സംഭവിക്കല്ല. അതാണ് വ്യത്യാസം. അത് നല്ലൊരു ക്വസ്റ്റൻ ആയത്, ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ. ഞാനിപ്പോൾ ഇനി എടുക്കാൻ പോണ ഫോർച്യൂണറും പുതിയ മോഡൽ എടുക്കണമെങ്കിലും അത് 4x4 മാനുവലാണ് എടുക്കാനുള്ള പ്ലാനിങ്. അപ്പോൾ ഒരു SUV ഒന്നും പറഞ്ഞ കാര്യമില്ല, മൊഡ്യൂൾ അടിച്ചു. ഇതിന്റെ ഫോർച്യൂണർ ആ SUV പർപ്പസ് എന്താ വെച്ചാൽ ഓട്ടോമാറ്റിക് മരുഭൂമി കൂടെ പോകാനുള്ള പർപ്പസാണ്. നമ്മളിവിടുത്തെ ഓഫ് റോഡ് വെച്ചാൽ വെള്ളത്തിൽ കൂടെ പോകണം. നമ്മൾ ഈ കരുവാരക്കുണ്ട് പോലത്തെ നമ്മളൊക്കെ കരുവാരക്കുണ്ട് ഭാഗങ്ങളിലൊക്കെ കറങ്ങിയെടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവിടെ ചില ചപ്പാത്ത് എന്ന് പറയും, വെള്ളം പോകാനുള്ള ഒരു. അപ്പൊ അതിൽ കൂടെ പോകുമ്പോൾ പിന്നെ എന്താ വെച്ചാൽ മൊഡ്യൂൾ അടിച്ചു. ഈ വണ്ടികളൊന്നും വെള്ളത്തിൽ കൂടെ കൊണ്ടാൻ പറ്റില്ല കേട്ടോ, ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഇതൊക്കെ എന്താ വെച്ചാൽ നിങ്ങൾ പരമാവധി ഇനിയിപ്പോൾ റോട്ടിൽ തന്നെ ഒരു കുറച്ച് വെള്ളം നിൽക്കുകയാണെങ്കിൽ പോലും സ്ലോ ആയിട്ട് പോകണമെന്നേ പറയുള്ളൂ. കാരണം ഇതിനൊക്കെ മൊഡ്യൂൾ, ഗിയർ മൊഡ്യൂളും സ്റ്റാരിങ് മൊഡ്യൂളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ക്യൂത്രയൊക്കെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാരിങ് പോയാലും ഇപ്പോൾ ഒരു 35 രൂപയ്ക്ക് തീർന്ന് സൂക്ഷിച്ച് കൊണ്ടുപോകാം. ക്രിസ്റ്റ് ഉൾപ്പെടെ കൊണ്ടുപോകാൻ പറ്റില്ല. ഏത് വണ്ടിയും പറ്റില്ല. ജർമ്മൻ കാറുകളുടെ ഒക്കെ പ്രശ്നം അതാണ്. ഇതേതാ മോഡൽ? ഇത് 2014 ലാസ്റ്റ് വണ്ടി. 14 ലാസ്റ്റ്, ടൈപ്പ് 2 തന്നെയാണ്. എത്ര ഇത് 1.50 കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ എടുത്തിട്ട് പക്ഷേ 2 വർഷമായി. എൻ്റെ കയ്യിൽ 2 വർഷമായി വണ്ടി. എത്ര കിലോമീറ്റർ ഓടി? ഞാൻ എന്താണെന്നൊരു 10-15,000 കിലോമീറ്റർ ഞാൻ ഓടിയിട്ടുണ്ട്. 15,000 എനിക്ക് സമയം, എൻ്റെ സമയത്തിലൊക്കെ ഞാൻ അത് കൊണ്ടുപോകുന്നതാണ്. കാരണം ഞാൻ ഡൽഹിയിലാണ് കൂടുതലുണ്ടാവും. ബാക്കി ഇത് അതുവരെയുള്ള എല്ലാ സർവീസും കമ്പനിയിൽ നിന്നുണ്ട്. അതിന് ശേഷം ഞാൻ ഇല്ല തോന്നുന്നു. പിന്നെ നമ്മളെടുത്തതിന് ശേഷം ഒരു ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ, വേറെ പണികളൊന്നും വന്നിട്ടില്ല, വേറെ പ്രശ്നങ്ങളോ. കാരണം അതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. ഓയിൽ, ബ്രേക്ക് പാഡൊക്കെ നമ്മൾ മാറ്റി, ടയറൊക്കെ ഒന്ന് മാറ്റി, അത്ര ചെയ്തിട്ടുള്ളൂ. എടുക്കുന്ന പാർട്ടിക്ക് ഇപ്പം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. കാര്യമായിട്ട് പണിയൊന്നുമില്ല, ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ വേണമെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും കേട്ടോ. നമ്മൾ പിന്നെ അതിനൊന്നും സമയമൊക്കെ വളരെ ഓപ്പണായി കാട്ടി കൊടുത്തിട്ട് ചെയ്യാന്നുള്ളത്. നമ്മളെപ്പോഴും പണിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് നമ്മൾ കണ്ടുകാണ്ട് ചെയ്യാന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഡൽഹിയിൽ നിന്ന് ഒരു വണ്ടി എടുക്കുമ്പോഴും ഒരു പണിയെടുത്ത വണ്ടി ഞാൻ ഒരിക്കലും എടുക്കലില്ല. നമ്മളെപ്പോഴും കണ്ടുകാണ്ടാണ് ചെയ്യണം, നമ്മൾ ചെയ്യാം. അപ്പൊ അതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ. നമുക്ക് ഉടായ്പ ചെയ്യണ്ടോ, ഇത് ഒപ്പിച്ചൊന്നും ചെയ്യണ്ട, വൃത്തിക്ക് ചെയ്യാലോ ഒരാൾക്കാണെങ്കിൽ, എന്ത് സംഭവമാണെങ്കിലും. ഇതിപ്പോ എത്ര കൊടുക്കാം NOC-ൽ? ഇത് നമുക്കൊരു ഓഫറിൽ 10,90,000 രൂപ. 2014 4x4 മാനുവൽ 10,90,000 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇങ്ങോട്ടേക്ക് മാറണത് എത്രയോ? ഇത് ഇങ്ങോട്ട് മാറണമെങ്കിൽ 2 lakh, 2 ലക്ഷം കണ്ടാൽ മതി. രണ്ടിന് ചോട വരാനും ചാൻസ് ഉണ്ട് ചിലപ്പോൾ, അത് നമുക്കൊന്ന് നോക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതും കയ്യിൽ നിന്ന് മറ്റേ 7 സീറ്റിനെ കൊണ്ട് പറഞ്ഞാൽ പോയിട്ട് കൊടുക്കണം. അത് സ്വാഭാവിക, പക്ഷേ മുതലായി. നമ്മൾ കച്ചവടക്കാരനെ മാത്രമല്ലല്ലോ, നമ്മൾ വണ്ടിന്റെ താല്പര്യക്കാരനും കൂടിയാണ്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം Audi A4. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു പൊട്ടിച്ച വിലക്ക് കൊടുക്കുന്ന ഒരു വാഹനമാണ്. എങ്ങനെയാ ഡീറ്റെയിൽ? ഇതിന്റെ വിലയാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഞാൻ പറയാം. ഇത് ഈ വണ്ടി എന്താ വെച്ചാൽ നമ്മളൊരു 2 വർഷം മുമ്പ് സെയിൽ ചെയ്ത വണ്ടിയാണ്. ഞാൻ തന്നെ വിറ്റതാണ്. കസ്റ്റമർ പിന്നെ നമ്മളിന്ന് റീസെയിലിന് വേണ്ടിയിട്ട് നമ്മളെ സമീപിച്ചപ്പോൾ നമ്മളെടുത്ത് മറച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ കുറച്ച് വില കുറച്ചിട്ട് കൊടുക്കാൻ പറ്റുന്നൊരു കോലം. വണ്ടി നല്ല വണ്ടിയാണ്. നമ്മൾ കൊടുക്കുമ്പോൾ ഇത് നല്ല വണ്ടിയായിരുന്നു. കൊടുക്കുമ്പോൾ ഫുള്ള് കമ്പനി സർവീസ് റെക്കോർഡുള്ള വണ്ടിയായിരുന്നു. പിന്നെ എല്ലാ ഗ്ലാസും ഒറിജിനലാണ്. ഇപ്പോഴും ഗ്ലാസ് കാര്യങ്ങളെല്ലാം ഒറിജിനലാണ്. ലാസ്റ്റ് സർവീസ് ആളെടുത്തത് ആൾ പുറത്തുനിന്ന് ഇവിടുന്ന് കോഴിക്കോട് നിന്ന് വർക്ക്ഷോപ്പിൽ നിന്ന് എടുത്തു. പക്ഷേ അതുവരെയുള്ള അതിന് മുമ്പുള്ള എല്ലാ സർവീസും ഇത് പ്രോപ്പറായിട്ട് ആക്സിഡന്റ് കാര്യങ്ങൾ ക്ലെയിം ഒന്നുമില്ല. നല്ല വണ്ടിയാണ്. വിലക്കുറവും നമ്മൾ പിന്നെ അതുകൊണ്ട് തന്നെ വില കുറച്ചിട്ടും കൊടുക്കാൻ പറ്റും. സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി കിടക്കുന്നത്. മോഡൽ ഏതാ? ഇത് 2013 വണ്ടിയാണ്. 2013 സെക്കൻഡ് ഓണർഷിപ്പാണ്. പുറത്തെ നമ്പർ ആയിട്ടില്ല, അവര് തൽക്കാലം ട്രാൻസ്ഫറിൽ ഉപയോഗിക്കായിരുന്നു. പിന്നെ ഇതിന്റെ വേറൊരു മെച്ചം എന്താ പറയുക, എപ്പോഴും സാധാരണ വണ്ടികളൊക്കെ 3 ലക്ഷമാണ് നമ്മൾ പറഞ്ഞത്. ഇത് 1.5 ലക്ഷം രൂപ വരുള്ളൂ.
അത് ശരി. കാരണം ഈ വണ്ടിക്ക് ഇനി 3 കൊല്ലത്തെ ടാക്സ് അടച്ചാൽ മതി. 12 വണ്ടിയാണ്. 13 സോറി 13 വണ്ടിയാണ്. ഓക്കെ, 3 വർഷത്തെ ടാക്സ് അടച്ചാൽ മതി. നല്ല വണ്ടിയാണ്. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിന്റെ ഇന്റീരിയറോ ഒന്നും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല കേട്ടോ, ഒക്കെ സെയിം ഒറിജിനൽ കണ്ടീഷൻ തന്നെയാണ്. ടോപ്പ് എൻഡ് അല്ലേ? പ്രീമിയം പ്ലസ് ആണല്ലോ. ടോപ്പ് എൻഡും പ്രീമിയം പ്ലസും നമ്മൾ ചെറിയ A4ന്റെ കയ്യിൽ വേറെ 3 കാറുകൾ കൂടി ഉണ്ട് കേട്ടോ. A4 നമ്മളത് ഒരു 2015 വണ്ടി വേറെ ഉണ്ട്, 2014 വേറെ ഉണ്ട്, എന്നാൽ 4 വണ്ടി ഇനി വേറെ ഉണ്ട്. പക്ഷെ അത് ഓൺ ദ വേ ആണ്. നമ്മൾ നെക്സ്റ്റ് വീക്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഥവാ ഇനി ഇത് വിറ്റ് പോയിട്ടാണ് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ വണ്ടികൾ ഇഷ്ടം പോലെ ഇതെന്തായാലും വിറ്റോ. ഇത് 6,90,000 റുപ്യ എന്ന് പറഞ്ഞാല് ഞാൻ സത്യം പറയും എവിടെ ഇത് ഔട്ട് ചെയ്തൊക്കെയായിരുന്നു. ഇതും മറ്റേ GLAയും C ക്ലാസും Q3 ഒന്നും ഞാൻ നിങ്ങൾ വരാം, നിങ്ങൾ വീഡിയോ എടുക്കാൻ വരാന്ന് പറഞ്ഞോണ്ട് കഴിഞ്ഞ 2-3 ദിവസം ആയതുകൊണ്ട് C ക്ലാസ് ഉണ്ടോന്ന് ആൾക്കാർ വിളിച്ചു നോക്കും. ഞാൻ പറയും ഇപ്പൊ അല്ല, നിങ്ങൾ നെക്സ്റ്റ് വീക്ക് വരും എന്ന് പറഞ്ഞിട്ട് വിടാം. കാരണം എന്തായാലും വിറ്റ് പോകും. 6,90,000 6,90,000 രൂപയ്ക്ക് പ്രീമിയം കാർ NOC കൊണ്ടോ ഇത് മാറണമെങ്കിൽ 1,50,000 കണ്ടാലും അത്രേ ഉള്ളൂ. ഇതും ഓഡിയിൽ അത്യാവശ്യം മെയിൻ്റനൻസ് കുറഞ്ഞ ഒരു സെഗ്മെന്റ് ആണ്. അതെ. ഇതിന്റെ പിന്നെ ഈ മെയിൻ്റനൻസ് കുറഞ്ഞാൽ പണി വരൂല, പൊതുവെ കുറവാണ്. പണി വന്നാൽ നേരത്തെ Q3 നമ്മൾ പറഞ്ഞില്ല, കുറച്ച് കാര്യങ്ങളുണ്ട്. മെയിൻ തീരെ പണിനെ വരാതെ വണ്ടി ഉപയോഗിക്കുന്നവർക്ക് കുറച്ച് ടിപ്സ് ഉണ്ട്. ആ ടിപ്സ് കറക്റ്റ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത് വണ്ടി എടുക്കാനുള്ളൂ, ഞാൻ എല്ലാവരോടും ഒന്ന് ഗിയർ വരെ ഇടുന്നത് ഞാൻ പ്രോപ്പറായിട്ട് പഠിപ്പിച്ചു കൊടുക്കും. എൻ്റെ സ്റ്റാഫിനോട് ഞാൻ പറയും, വരുന്ന എല്ലാവർക്കും അത് പറഞ്ഞു കൊടുക്കണ്ടോ എന്ന് പറയും. വണ്ടി എടുത്തവർക്കൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അത് ഗിയർ ഇടുന്ന ഒരു സംഭവം. ഗിയർ എപ്പോഴും ആദ്യം ന്യൂട്രൽ ഇട്ടിട്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് ഗിയർ വന്ന് കാലെടുക്കുക. എന്നിട്ട് എന്താ വെച്ചാൽ ഗിയർ പിന്നെ ന്യൂട്രൽ ടൈറ്റ് ആക്കണം. ഹാൻഡ് ബ്രേക്ക് ന്യൂട്രൽ നിൽക്കണം. എന്നിട്ട് വീണ്ടും ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് പാർക്കിംഗ് ഇടണം. അപ്പൊ ആ ഗിയറിന്റെ അതൊന്നും പൊട്ടില്ല. അപ്പൊ പൊതുവെ ഗിയറിന്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അതുപോലെ ട്രാഫിക്കിലൊക്കെ നിർത്തിയിടുമ്പോൾ ഏത് ഗിയറിലിടണം? പാർക്കിൽ ഒന്നും ചെയ്യണ്ട. പാർക്കിൽ നമ്മൾ ബ്രേക്ക് അപ്ലൈ തന്നെ നിന്നാൽ അതെ. കഴിയുന്നത് നമ്മളതിൽ ഓട്ടോമാറ്റിക് ഓഫ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. ആ ഫ്യൂൽ കൺസംഷന്റെ ഒരു എക്കണോമി സിസ്റ്റം ഉണ്ട്. അതൊന്ന് ഓഫ് ചെയ്ത് വെക്കണ ബെറ്റർ ആണ്. കാരണം ഒരു ചെറിയൊരു ഫ്യൂലിന് വേണ്ടിയിട്ട് വണ്ടി ഇങ്ങനെ എപ്പോഴും വണ്ടി ഓട്ടോമാറ്റിക്കലി പറയുന്നത് കേൾക്കാം, അതായത് ഗിയറിലിട്ട് വെക്കരുത്, ന്യൂട്രലോ പാർക്കിങ്ങിലോ തട്ടി വെക്കണം എന്നുള്ളത് പറയുന്നത് കേൾക്കാം. അതാ ചോദിച്ചത്. അത് ഇല്ല, അത് കുഴപ്പമില്ല. അതായത് ഇവിടെ കുഴപ്പമില്ല. അതായത് ഞാൻ മനസ്സിലാക്കി കൊടുത്ത അതിൽ പ്രശ്നം വരുന്നില്ല. ഇതാണ് ഈ സംഭവം എന്താ വെച്ചാൽ വണ്ടി നേരെ പോയിട്ട് ആ പാർക്കിങ്ങിൽ ഫുൾ ലോഡ് ചെല്ലും. ഫുൾ ലോഡ് ചെല്ലുമ്പോൾ ഇങ്ങനത്തെ ഒരു കമ്പിയാണ് അതിലുള്ളത്. ആ കമ്പി പൊട്ടിയിട്ട് ഗിയർ ബോക്സിന് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വെള്ളം, മറ്റേ ഇതിൽ പറഞ്ഞ മാതിരി മോലന്റെ മണിച്ചിത്ര വരെ അതേമാതിരി വെള്ളം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകണം. വെള്ളം പരമാവധി ഒഴിവാക്കുക. വെള്ളമാണ്, കാരണം ഇതിലൊക്കെ സെൻസറുകൾ വരുന്നതാണ്. പിന്നെ വണ്ടി ഡെഫിനറ്റ്ലി 1 or 2 ഡേയ്സിൽ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്കിൽ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് 1 കിലോമീറ്ററെങ്കിലും ഓടിക്കണം. 1 കിലോമീറ്ററെങ്കിലും വണ്ടി കണ്ടിന്യൂസ് ആയിട്ട് നിർത്തിടാൻ പാടില്ല. ഒരു വീക്കിൽ നിങ്ങൾ ഞാൻ പല ആൾക്കാർ ലോ കിലോമീറ്റർ വണ്ടിനെ പറ്റി പറയാം. വണ്ടി ലോ കിലോമീറ്റർ നല്ലതാണ്, പക്ഷെ എങ്ങനെ ലോ കിലോമീറ്റർ ആയിരിക്കണം? ഡെയിലി യൂസ് വരുന്ന ലോ കിലോമീറ്റർ വണ്ടി ആയിരിക്കണം. ഇപ്പൊ ഞാൻ ചില ക്രിസ്റ്റൊക്കെ ലോ കിലോമീറ്റർ വണ്ടി കാണുമ്പോൾ ഒന്ന് തുരുമ്പിടിച്ച് പാകെ മണ്ണായിട്ടുണ്ടാവും വണ്ടി. ഇപ്പൊ എല്ലാ വണ്ടികളും പല വണ്ടികളും ഞാൻ കണ്ടിട്ടുണ്ട് വെറുതെ വെക്കുക. അപ്പോൾ ലോ കിലോമീറ്റർ വണ്ടി എന്നുള്ളതും ഒരു ക്വാളിറ്റി അല്ല, വെറുതെ വെക്കാൻ സാധ്യതയുണ്ട്. അത് റബ്ബറൊക്കെ ഹാർഡാവും. അപ്പോൾ എപ്പോഴെന്ന് വെച്ചാൽ വണ്ടി നമ്മൾ ഒരു 1/2 കിലോമീറ്റർ എടുത്ത് ആഴ്ചയിൽ ഒരു ദിവസം ഓടിക്കാം. എല്ലാം സത്യത്തിൽ വണ്ടി ഓടിക്കണം. വണ്ടി ഓടിക്കും വേണം. എന്നാല് ദിവസം 100-200 കിലോമീറ്റർ ഓടിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അതും വേണ്ട. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ലോ ബഡ്ജറ്റിൽ ഒരു A4 കൊണ്ടുപോകാം. സൂപ്പർ വണ്ടിയാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി വേറെ വണ്ടികൾ നിങ്ങൾക്ക് ഇതിൽ കാണിക്കാത്ത ഏതെങ്കിലും വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഡൽഹിയിൽ നിന്ന് നേരിട്ട് വണ്ടി എടുത്ത് കൊടുക്കുന്നുണ്ട്. അതെ, നമ്മളൊരു വാട്സ്ആപ്പ് ചാനൽ നിങ്ങളെ പറ്റുകയാണെങ്കിൽ ഒന്ന് നമ്മൾ വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തോളൂ. കാരണം എന്താ വെച്ചാൽ അപ്പോൾ അതിൽ വരും നമ്മളെ വണ്ടികൾ ഇങ്ങനെ അപ്ഡേഷൻ കിട്ടും. അപ്പോൾ ആളുകൾക്ക് ഇങ്ങനെ ഡൽഹിയിൽ നിന്ന് നേരിട്ട് തന്നെ നമ്മളോട് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പേഴ്സണലി ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഒരു പരാതി ഉണ്ട്, ഫോൺ എടുക്കണില്ല എന്നുള്ള പരാതി ഉണ്ട്. സത്യമായിട്ടും അത് സമയമില്ലാത്തതുകൊണ്ടാണ്, മനഃപൂർവ്വം അല്ല. കാരണം നമുക്ക് സത്യത്തിൽ സമയം കുറച്ചുള്ളൂ. കാരണം കുറേ ആളുകൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷെ പരമാവധി നമ്മൾ ശ്രമിക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഞാൻ പാർട്ണർമാരൊന്നുമില്ല, അപ്പോൾ അതിൻ്റെ കാര്യ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തായാലും റമി കാസിലെ കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതിലേക്ക് വിളിക്കാം. ഡിസ്ക്രിപ്ഷനിലുണ്ട്. എവിടെയാ നമ്പർ തപ്പി നടക്കണ്ട, അതുകൊണ്ട് അത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ രേഖപ്പെടുത്തുക. മാക്സിമം ഷെയർ കൊടുക്കുക. നിങ്ങൾ ആർക്കെങ്കിലും കാർ വേണമെന്ന് പ്രീമിയം വണ്ടി നോക്കുന്നവരുണ്ട്, അതെ, അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. റബി ബൈ. താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.